ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേയേറെ വീഡിയോകൾ ചെയ്തെങ്കിലും എനിക്ക് കുറേ മെസ്സേജസ് കമൻ്റായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഫോണിലൊക്കെ വന്നിരുന്നു. നമ്മൾ ആൺപിള്ളേരുടെ സൈഡ് അല്ലെങ്കിൽ ജെൻസിൻ്റെ സെക്ടറിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേയേറെ കംപ്ലയിൻറ്റ്സ് വന്നു. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ജെൻസിൻ്റെ സെക്ടറിൽ ഉപയോഗിക്കുന്ന ക്ലിപ്പേഴ്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു മെഷീനാണ്. അതിൽ മെയിനായിട്ട് എനിക്കറിയാം എല്ലാവരും ആദ്യത്തെ ചോദ്യം നമ്മുടെ വാളിൻ്റെ ക്ലിപ്പർ, സൂപ്പർ ടേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിപ്പറിനെയാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 2-3 പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പലപ്പോഴും ജെൻസിൻ്റെ ഉള്ള ആളുകൾ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് കാണിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും വിളിച്ചിട്ട് ചേട്ടാ ജെൻസിൻ്റെ ഇതിലേക്കുള്ള ട്രിമ്മർ വേണം, അപ്പോൾ ഏതാ, അയ്യോ അത് ഞങ്ങൾക്ക് അറിയില്ല, ഒട്ടുമിക്കവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒന്ന് എന്താ പറയുക, അതിനൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് ഞാനിത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ഒരു സാധനം എന്നുള്ളത് മനസ്സിലാവില്ല. അങ്ങനെ ക്ലിപ്പർ റേഞ്ചിലുള്ളൊരു 3 മെഷീൻ ഞാനിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അമേരിക്കൻ കമ്പനിയാണ് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോരോ മെഷീൻ, ഒരു 3 മെഷീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ കൂടി ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഫീൽഡിലുള്ള സുഹൃത്തുക്കൾക്ക് പറ്റിയാൽ ഷെയർ ചെയ്യുക. അതൊക്കെ നമ്മുടെ ചാനലുമായി നിങ്ങൾക്ക് സഹകരിക്കാനുള്ളൊരു ഞങ്ങൾക്കുള്ള സഹായവും നിങ്ങളുടെ സന്തോഷമൊക്കെ കൂടിയായിരിക്കും. അതുകൂടാതെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് മിഡാസ്ബെautymart കൊച്ചി എന്നും, ഫേസ്ബുക്ക് ആണെങ്കിൽ മിഡാസ്ബെautymart കൊച്ചി എന്നും, അതുപോലെ എൻ്റെ പേര് സാബു എന്നാണ്, സാബു_മിഡാസ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ കാണാം. അത് വഴി കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്ലിപ്പർ ചോദിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് വരുന്ന 2-3 സംഗതികളുണ്ട്. അപ്പോൾ ആ കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് വരാനുള്ള മെയിൻ കാരണം ഞാൻ എപ്പോഴും കണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് ആ സാധനം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം, പ്രത്യേകിച്ചും ട്രിമ്മർ ശ്രദ്ധിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത. ഒന്ന്, നമ്മളത് ഹെയർ കട്ട് ചെയ്യുന്നത് മിക്കവാറും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം സലൂണിൽ എല്ലാവരും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജോലിക്കാരെ വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സലൂൺ ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ അവനവൻ്റെ പണിയായുധം വളരെ ക്ലിയറായിട്ട് ആ ടൂൾസ് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ മെയിൻ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ അതിൻ്റെ ബ്ലേഡിൻ്റെ ഇടയിൽ മുടി ഇങ്ങനെ ഭയങ്കര കട്ടി പിടിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബ്ലേഡും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാതിരിക്കുകയും മോട്ടറിലേക്ക് അത് എക്സ്ട്രാ പവർ മോട്ടർ എടുക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അത് കുറച്ച് കാലം കഴിയുമ്പോൾ മോട്ടറിന് ഉൾപ്പെടെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ബ്ലേഡ് അലൈൻമെൻറ്റ് തെറ്റിപ്പോയിട്ട് പലരും പറയുന്നില്ല കട്ട് ചെയ്തിട്ട് ആവുന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഓയിൽ കിട്ടും, അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓയിൽ. അത് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങളുടെ മെഷീൻ ലോങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് മെഷീൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചു തരാം. പലർക്കും അറിയാവുന്ന മെഷീനാണ്. ജെൻസിൻ്റെ ഒരു വിധപ്പെട്ട ഏത് സലൂണിൽ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനൊരു മെഷീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേര് വാൾ സൂപ്പർ ടേപ്പർ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. പലർക്കും പേര് ചോദിച്ചു കഴിഞ്ഞാൽ വാളിൻ്റെ മെഷീൻ വേണമെന്നേ പറയാറുള്ളൂ, പക്ഷേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. സൂപ്പർ ടേപ്പർ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ MRP പ്രൈസ് വരുന്നത് 5250 രൂപയാണ് ഇതിൻ്റെ MRP പ്രൈസ്. ഓക്കെ, ആസ് യൂഷ്വൽ നിങ്ങളിവിടെ വരുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പോലെയുള്ളൊരു ഡിസ്കൗണ്ട് ഈ മെഷീനിലും ഇവിടെ എല്ലാ പ്രാവശ്യവും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിസ്കൗണ്ട് വേണ്ടിയുള്ളതൊക്കെ പറഞ്ഞു തന്നതിന് സന്തോഷമേ ഉള്ളൂ. മറ്റൊന്ന്, ഇതിന് അഡാപ്റ്റർ വേണ്ട, അതായത് ഡയറക്റ്റ് കുത്തിയിട്ടാണ് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്യാരണ്ടി 2 വർഷത്തെ വാറണ്ടിയാണ്. എന്ന് സംഭവിച്ചാലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സർവീസ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഒരു കിറ്റിൻ്റെ ഉള്ളിൽ ഈ ബ്ലേഡിനെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു കവർ ഉണ്ടാവും. ഒപ്പം നിങ്ങൾക്ക് 4 അറ്റാച്ച്മെൻറ്റ്സ്, ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷും ഒരു കോമ്പ്, നമുക്ക് ഹെയർ കട്ട് ചെയ്യാനുള്ളത് ഓയിലും കൂടെ ഇതിൻ്റെ ഒപ്പം വരും.
ഇത്രയും സാധനം അടങ്ങുന്ന ഒരു പാക്കറ്റാണിത്. ഇതിന് ആ റെഡ് ഇതിൽ വരുന്നത് എന്താ പറയുക, ബ്ലേഡ് ഗാർഡ് എന്നാണ് പറയുക. ഈ ഓയിലും ഈ പറയുന്ന ചെറിയ ബ്രഷൊക്കെ കൊടുത്തേക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പലർക്കും വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെഷീൻ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലേഡ് ഗാർഡ്. ഓക്കെ, അതുപോലെ അതിൻ്റെ മൂവ് ചെയ്യാനുള്ള ഇത്, ഒപ്പം ഇത് ഓണാക്കാനുള്ളൊരു സ്വിച്ച് ഇവിടെ വരും. ഒപ്പം തന്നെ ഇതാ ഇവിടെ ഒരു സ്ക്വയറിൽ നമുക്ക് ഒരു എന്താ പറയുക സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു സാധനമുണ്ട്. പലരും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പലതവണ ഇവിടെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്തരം വൃത്തിക്ക് ആരും വെക്കണം കണ്ടിട്ടില്ല. ഇതിൻ്റെ മുകളിൽ കൂടെ ചുറ്റി കൂട്ടിയാണ്ട് വെക്കും. വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചെടുക്കും. എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് ആവാനും ഇത് കംപ്ലൈൻ്റ് ആവുന്നതും ഏറ്റവും കൂടുതൽ കേബിൾ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അതിനൊക്കെ കാരണം നമ്മളുടെ ഉപയോഗ രീതിയാണ്. ഇത് പ്രോപ്പറായിട്ട് ഇതുപോലെ ടൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു വൃത്തിക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് വേൾഡ് മാർക്കറ്റിൽ തന്നെ ശരിക്കും ഒരു ലീഡ് ചെയ്യണ മെഷീനാണ് ഈ പറയുന്നത്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മോട്ടറും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. ഈ ബ്ലേഡിൻ്റെ അലൈൻമെൻറ്റ് പോകാൻ കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഇത് കുറച്ച് അധികം നല്ല വർക്കൊക്കെ ഉള്ള ഒരു ഇതിലാണെങ്കിൽ കുറച്ചധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് കൂളിംഗ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം വേണ്ടിയിട്ട് അതിനും ഈ സെപ്പറേറ്റ് ഓയിൽ പിന്നീട് മേടിക്കാൻ കിട്ടും. ഇങ്ങനെ നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മെഷീൻ ഒരു കംപ്ലൈൻറ്റും വരില്ല. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഈ മെഷീന് കംപ്ലൈൻറ്റുകൾ വരുന്നത്. അതുപോലെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ തിങ്ങിയൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ മാറി കഴിയുമ്പോൾ ഇതിൻ്റെ ട്യൂണിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു സൗണ്ട് ഭയങ്കര ടർന്ന് സൗണ്ട് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു നോബ് കണ്ടോ, ഇത് നിങ്ങൾക്കൊരു ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് മാറി മെഷീൻ ട്യൂൺ ആവും. അത് കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടികളുടെയൊക്കെ പോലെ തന്നെയാണ് കാർബറേറ്ററൊക്കെ ട്യൂൺ ചെയ്യണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇത് കുറച്ച് ഓടി കഴിയുമ്പോൾ ഇതിൻ്റെ ട്യൂണിങ് വ്യത്യാസം വരും. അന്നേരം നമുക്കിത് ക്ലിയർ ചെയ്യാം. മിക്കവാറും ഈ ബോഡി പാർട്സിൻ്റെ ലെവലിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്യൂണിങ്ങിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ സേഫായിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന മെഷീനാണ്. പക്ഷേ ഇതേപോലെ ടൈയൊക്കെ കെട്ടി വളരെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു ചേരുന്ന മുടിയൊക്കെ എടുത്ത് ഒഴിവാക്കി കളഞ്ഞ് നിങ്ങളുടെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ സ്റ്റാഫ്, അതല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനെ ഒരു കോമ്പ് വരും. അത് കൂടാതെ ഇതിൻ്റെ കുറച്ച് 4 ക്ലിപ്പ് അറ്റാച്ച്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഈ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഇത് തുറക്കണില്ല, ഞാൻ പുതിയ ഫ്രഷ് കിറ്റാണ്. ഒരു ചെറിയ ഇത്രയുള്ള ഒരു ബ്രഷ് വരും. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ മുടിയായിരിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ സാധനമൊന്നും കാണാറുമില്ല. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീൻ നിങ്ങൾ മുടക്കുന്നതിൽ കൂടുതൽ ശരിക്കും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തന്നെ പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശരിക്കും കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സലൂണിൽ സുഖമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഒരു 2 വർഷം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സലൂണിനൊരു അസറ്റും വളരെ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഈ ടൂൾസ് നിങ്ങൾ സേവ് ചെയ്യാനും ഇത് വൃത്തിക്കും കാര്യങ്ങൾക്കും കൊണ്ടുപോയി നടക്കാനും നമ്മുടെ സ്റ്റാഫിനോടോ അല്ലെങ്കിൽ ഇത് വെച്ച് പണിയെടുക്കുന്ന ആളുകൾക്കും ബോധ്യം വേണം. ആക്ച്വലി ഞാൻ വേറെ ഒരു 2 മെഷീൻ കൂടി എടുത്തിരുന്നു. പക്ഷേ ഇതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇതിനുള്ള സാധനങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളും ഈ ഒരു മെഷീനും ഞാൻ നിങ്ങൾ നാളെ പരിചയപ്പെടുത്താം. ഇതിനുള്ള പ്രത്യേകത കാര്യങ്ങളും ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ ഈ മെഷീൻസ് നാളെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രത്യേകിച്ചും സലൂൺ നടത്തുന്ന ആളുകൾ അതല്ലെങ്കിൽ സ്വന്തം പണിയായുധം ആ ടൂള് വളരെ ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള ആ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നൊരു മെഷീനാകുമ്പോൾ അതിനൊരു കൂളിംഗ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഈ പറയുന്ന കമ്പനിയുടെ തന്നെ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഓയിലും സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. ഈ സാധനങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും നിങ്ങളുടെ ടൂൾസ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഹാർഡായിട്ട് ഏൺ ചെയ്യാനുള്ള മണിക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണ് ആ ടൂള്. അപ്പോൾ അതിനെ അത്രത്തോളം ശ്രദ്ധയോടും കാര്യങ്ങളോടും കൂടിയായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. പ്രത്യേകിച്ച് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സലൂൺ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത്
വളരെ ക്ലിയറായിട്ട് ഏറ്റവും നല്ല കേബിളും ഏറ്റവും നല്ല സ്വിച്ച് സംവിധാനം. നിങ്ങൾ സ്വിച്ചൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സ്റ്റൈലിഷ് ആകുന്നതിന് പകരം നമ്മുടെ ഇതൊക്കെ ഇന്ത്യൻ മോഡലിലുള്ള ക്ലിപ്പറുകൾ തന്നെയാണ് ഇപ്പോൾ വരിക. അപ്പോൾ അതിനുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്ക്വയറിലുള്ള ഇതും റൗണ്ടിലുള്ള ഇതും വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ കേബിള് വളരെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. കാരണം സ്റ്റീമർ ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മൾ അയണിങ് മെഷീൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ ട്രിമ്മർ ഒക്കെ നല്ല വാട്ട്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു കേബിളിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് അതിന് വേണ്ടതല്ലെങ്കിൽ നമ്മുടെ മെഷീൻസും കേടുവരാനും അതുപോലെ തന്നെ പാർലറിലെ ഉപകരണങ്ങൾ മൊത്തത്തിൽ കേടുവരാനും അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാനും കാരണമാവും. അതുകൊണ്ട് വയറിങ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഈ വയറിങ് ചെയ്യുന്ന ഇലക്ട്രീഷ്യനോട് നമ്മുടെ കടയിൽ വരാവുന്ന ഇലക്ട്രിക്കൽ പവറിനെ കുറിച്ചും ഇതൊക്കെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ധാരണ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെഷീനും നിങ്ങളുടെ പാർലറിനും നിങ്ങളുടെ പോക്കറ്റിനും നല്ലതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇത് വീണ്ടും പറയാൻ കാരണം എനിക്ക് വീണ്ടും പറയുമ്പോൾ എനിക്കറിയാം ആവർത്തിച്ച് പോകണം. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടൂൾസ് ക്ലിയറായിട്ട് വെക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ കാശ് പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ മെഷീൻ്റെ എല്ലാ പ്രശ്നം നമ്മുടെ തന്നെയാണ് പ്രശ്നം. നമ്മളത് ക്ലിയറായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റി വയ്ക്കാതിരിക്കുക. ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് തന്നെ കേബിളിന് കംപ്ലയിൻറ്റ് വരുന്നത് ഈ തരത്തിൽ ചുറ്റി വയ്ക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൂൾ ആക്ച്വലി 3 പരിചയപ്പെടുന്നത് വിചാരിച്ചു, പക്ഷേ ഇത് ഞാൻ സംസാരിച്ചൊന്നും പറയാതെ ലോങ് ആയിപ്പോയി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനി വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പറയുക. നിങ്ങൾക്ക് ജെൻസിൻ്റെ അങ്ങനെ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഞാൻ സത്യത്തിൽ ജെൻസിൻ്റെ എന്താ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. പിന്നെ ഈ മെഷീൻ ലേഡീസിനും ഉപയോഗിക്കാവുന്നതാണ്. ഹെയർ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇതിനൊക്കെ ഒരു ജെൻസ് എന്നുള്ളൊരു സെഗ്മെൻറ്റ് മാത്രമല്ല, പക്ഷേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ജെൻസാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെ മത്സരം കഴിഞ്ഞു, പുതിയ മത്സരങ്ങൾ വരും. മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഐ ഡി ഉണ്ട്, എന്നെ കൂടി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ പേര് സാബു എന്നാണ്, മിഡാസ് സാബു എന്ന് സാബു മിഡാസ് എന്നാണ് ഇൻസ്റ്റയിൽ. അങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചാണ്, പക്ഷേ ഇത് പറഞ്ഞ് വലുതായിപ്പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് സ്ഥിരം ഫീൽഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ലെങ്തായി പോയത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണും വരത്തേക്കും ഞാനും ഞങ്ങളുടെ ക്യാമറമാൻ അജീഷും സൈനിങ് ഓഫ്.